അപ്പോൾ ദേ ഞാൻ പിന്നെ വന്നിരിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ആനക്കുളം ഗേൾസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഉറങ്ങാൻ പോകുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് പിറ്റേന്ന് രാവിലെ ഉറക്കം ശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഞാൻ ഉറക്കമൊക്കെ എണീറ്റു. എൻ്റെ കൂടെ വന്നവരാരും ഉറക്കം എണീറ്റിട്ടില്ല. ഈ ഇടയ്ക്ക് ഒന്നും ഉറക്കം എണീക്കുമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് റിസോർട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തന്നെ തൊട്ടപ്പുറത്തെ വേറൊരു പ്രോപ്പർട്ടിയിൽ ഇതേപോലെ ഒരു പ്രൈവറ്റ് ഒരു സ്പേസ് ഉണ്ടായിരുന്നു, നമുക്ക് ഇതേപോലെ വെള്ളം ഒഴുകുന്ന കാണാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ ആ ഒരു പാർട്ടുണ്ട്, അത് നമ്മൾ ഓൾറെഡി ഇന്നലെ വിസിറ്റ് ചെയ്തതുമാണ്. അപ്പോൾ ഇന്നൊരു പുതിയ സ്പോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ടിൻ്റെ കെയർ ടേക്കറായിട്ടുള്ള കാർത്തിച്ചേട്ടൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. പക്ഷേ വെർത്തായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു മടി ഉണ്ടായിരുന്നു ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകണമെന്നുള്ള രീതിയിൽ. പക്ഷേ പോയില്ലായിരുന്നു, നഷ്ടമായിപ്പോയേനെ. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരും അവിടെ ഉണ്ടാവില്ല. അപ്പം ചേട്ടൻ എനിക്ക് ജസ്റ്റ് വഴി കാണിച്ചു തന്നിട്ട് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി. ചെറിയ പേടിക്കുണ്ടായിരുന്നെങ്കിലും പോയി നല്ലതായിരുന്നു. കാരണം ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു സൺലൈറ്റും പിന്നെ ഈ ഫുൾ ബേർഡ്സിൻ്റെ ശബ്ദവും പിന്നെ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം രാവിലെയല്ലേ, അപ്പം നല്ല മഞ്ഞും നല്ല കോടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ നടക്കുകയാണ്. റിസോർട്ടിലേക്ക് കാരണം ഇവരൊക്കെ എണീറ്റിട്ടുണ്ടാവും. ഇവർ എണീറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നടക്കുകയാണ്. നടന്നൊക്കെ തിരിച്ചെത്തിയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാർത്തിച്ചേട്ടൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, എല്ലാവരും എണീറ്റ് വരാൻ. അപ്പോഴും അവർ എണീറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെ ക്ഷമ കിട്ടിയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു നല്ല വ്യൂ ഒക്കെ കണ്ടിരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ അവർ വരുന്നത് വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചു തുടങ്ങി. നൂൽപുട്ട്, അപ്പം, മുട്ടക്കറി, കടലക്കറി, പിന്നെ ചായ, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് ഹോം മെയ്ഡ് ഫുഡാണ്, ഇവിടെ ഉണ്ടാക്കുന്നതല്ല. അവർ പുറത്ത് ഏതോ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഹോം മെയ്ഡ് ഫുഡ് എന്നാണ് പറഞ്ഞത്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് അല്ല, വീട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. നന്നായി കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൻ്റെ ബെസ്റ്റ് പാർട്ട് വരാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം മഴ പെയ്തത് എങ്ങനെയാണ് അനുഗ്രഹമായി എന്ന് പറയാമെന്ന്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ റിസോർട്ടിൽ വരുന്ന ടൈമിൽ ഈ വെള്ളം ആകെ ശോഷിച്ച അവസ്ഥയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ചെറിയൊരു സ്ട്രീമായിരുന്നു. പക്ഷെ തലേന്ന് തോരാണ്ട് പെയ്ത മഴയിൽ ഇതൊരു വെള്ളച്ചാട്ടം പോലത്തെ എഫക്റ്റിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫ്ലോയിലായി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് ഇറങ്ങാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത വെള്ളം നല്ല ഫ്ലോയിൽ ഒഴുകുകയാണ്. തലേ ദിവസം കിടന്ന പോലെയല്ല ആ ഒരിത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലേന്ന് പെയ്ത മഴ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് മാറിയത്. ഏകദേശം ഒരു 11:30-11:45 വരെ നമ്മൾ ഈ വെള്ളത്തിൽ കിടന്ന് അർമാദിച്ചതിന് ശേഷം നമുക്ക് ഓർമ്മ വരുന്നത് 12 മണിക്ക് നമുക്ക് ചെക്കൗട്ടാണ്. അങ്ങനെ പിന്നെ റൂമിൽ വന്നു പെട്ടെന്ന് ഫ്രഷായിട്ട് ഇറങ്ങി. ഒരു 12:15 ആയപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബസ്സൊക്കെ കയറി തിരിച്ച് എറണാകുളം എത്തിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് എല്ലാവരും പഴയപടിയാവാൻ പോവാണ്. അവരവരുടെ തിരക്കുകൾ, അവരവരുടെ ജോലികൾ.
പിന്നെ ഇങ്ങനെ ഒരു ട്രിപ്പിന് ഉണ്ടാവുമെന്ന് പോലും ഈ അടുത്തൊന്നും ഉണ്ടാവുമെന്ന് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നടക്കുകയാണ്. പിന്നെ നല്ല ടയേർഡായി. 12 മണി വരെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കയറി നമ്മൾ സോഡ നാരങ്ങ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള യാത്രയിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഗുഡ് ഫ്രൈഡേക്കാണ് നമ്മൾ ഇറങ്ങി തിരിച്ചതും. അതുകൊണ്ട് തന്നെ ബസ്സില്ലായിരുന്നു, ജീപ്പില്ലായിരുന്നു, അങ്ങനെ ആകെ കഷ്ടപ്പെട്ടാണ് വന്നത്. പക്ഷേ തിരിച്ചു പോണ ദിവസം നമുക്കിതേപോലെ അങ്ങോട്ടേക്ക് പോകുന്നൊരു ജീപ്പ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫെയറൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആ ചേട്ടൻ നമ്മൾ മാങ്കുളത്താക്കി തന്നു. ഈ ചേട്ടൻ ഓൾറെഡി അവിടെ ഇതേപോലെ റിസോർട്ടൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് കോൺടാക്റ്റൊക്കെ ഷെയർ ചെയ്ത് ഇനി വരികയാണെങ്കിൽ എന്തായാലും അവരുടെ റിസോർട്ട് കൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാങ്കുളത്ത് നിന്ന് അടിമാലിയിലേക്കുള്ള ബസ് കയറി. അതും ഒരു ബെസ്റ്റ് യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. കറക്റ്റ് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലെ സീറ്റാണ് കിട്ടിയത്. ഒരു ഒബ്സ്ട്രക്കിൾസും ഇല്ല ഫ്രണ്ടിൽ. എനിക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റി. എല്ലാം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് എനിക്ക് കിട്ടിയ ബസ്സിൽ. അതും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ വെതർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ മഴ ഇപ്പോൾ പെയ്യും ഇപ്പോൾ പെയ്യില്ല എന്ന് പറയുന്നത്, വെയിലൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലിരുന്ന് വരാനും നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൊണ്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ചൊക്കെ എടുത്ത ഒരു ട്രിപ്പിൻ്റെ അവസാനം വന്നിരിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി നമ്മളിത് എറണാകുളം എത്താൻ പോവാണ്. എറണാകുളത്തേക്കുള്ള വണ്ടി കയറിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ തിരിച്ച് റൂമിലെത്തും. അപ്പോൾ എന്തോ ഒരു മിക്സഡ് ഫീലിങ്സിലൊക്കെ ഇരിക്കുകയാണ് ബസ്സിൽ. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പുതിയ കണ്ടൻറ്റുമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.